ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിറ്റ് ലാബ് ലേണിംഗ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടുള്ള ഓർഗനൈസിങ് എന്താണ് എന്നാണ് പറയുന്നത്. ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ആൻഡ് ബ്രിങ് ടുഗദർ ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് എ പ്രൊഡക്റ്റീവ് റിലേഷൻഷിപ്പ് എമംഗ് ദം. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഫിസിക്കലായിട്ടും അതുപോലെ തന്നെ ഫിനാൻഷ്യലി, ഹ്യൂമൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് റിസോഴ്സുകളുണ്ട്. ഈ റിസോഴ്സുകളെല്ലാം തന്നെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസ് ചെയ്തുകൊണ്ട് അവർക്കിടയിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഓർഗനൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻ്റെ ഡെഫിനീഷൻ പറയുകയാണെങ്കിൽ, ഓർഗനൈസിങ് ഇൻവോൾവിങ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്, ഡിഫറെൻറ്റ് സെക്ടേഴ്സിലുള്ള വർക്കിനെ, അതായത് അവരൊക്കെ ചെയ്യുന്ന വർക്കുകളൊക്കെ തന്നെ, ആക്ടിവിറ്റീസിനൊക്കെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്, ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് അക്കംപ്ലിഷ് ഫോർ ഗോൾസ് ആൻഡ് പ്ലാൻസ് ആൻഡ് അസൈനിങ് ഫോർ ദിസ് ആക്ടിവിറ്റി ടു അപ്രോപ്രിയേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് പ്രൊവിഷൻ അതോറിറ്റി ആൻഡ് ഡെലഗേഷൻ ഓഫ് കോർഡിനേഷൻ. അതായത് ഇവരെല്ലാം തന്നെ ഈ ഒരു ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള, ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിനൊക്കെ തന്നെ ഒരു കറക്റ്റായിട്ടുള്ള പ്ലാന്, അതുപോലെ ഒരു ഗോളിന്, ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോളിന് അക്കംപ്ലിഷ് ചെയ്യാൻ പാകത്തിന് അവരെ അതോറിറ്റി, അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള അതോറിറ്റിയും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെയിൻ ഓഫ് കമാൻഡും അതുപോലെ തന്നെ ഒരു കോർഡിനേഷനും ഉണ്ടാക്കുക എന്നതാണ് ഓർഗനൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസിങ് എന്നതിന് സ്റ്റെപ്സ് ഉണ്ട്. അതായത് 7 സ്റ്റെപ്പുകളോളം ഓർഗനൈസേഷൻ ഉണ്ട്. അതിൽ പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു ഓർഗനൈസേഷൻ റണ്ണ് ചെയ്യാനായിട്ട് കാരണമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഒരു വർഷത്തിലോ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ അവസാനിക്കുന്നത് വരെയോ ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഈ ഒരു ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്തെടുക്കുക എന്നതാണ്. അത് കറക്റ്റായിട്ട് ഒരു ഡിസിഷൻ മേക്കിങ്, അതായത് ആ ഒരു ഓർഗനൈസേഷന് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡിസിഷൻ കറക്റ്റ് എടുക്കുക എന്നതാണ്. ഒരു ഗോളിനെ സെറ്റ് ചെയ്യുക എന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള വലിയൊരു ഒബ്ജക്റ്റീവിനെ ഡിവിഷൻ ചെയ്യുക. അതായത് ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക എന്നതാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ മാനേജബിളായിട്ട്, മാനേജ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ടാസ്കുകളായിട്ട് കൺവേർട്ട് ചെയ്യുക. അത് എഫിഷ്യൻ്റ്ലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിക്കും ഈ ഒരു ജോലികളെ പാർട്ടാക്കിയിട്ട് ചെറിയ രീതിക്ക് സ്പ്ലിറ്റ് ചെയ്യുക എന്നതാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റാണ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ തിരിച്ചു വെച്ചിട്ടുള്ള പലതരത്തിലുള്ള വർക്കുകളുണ്ടാവും. ഇതിനൊക്കെ സിമിലാരിറ്റി നോക്കിക്കൊണ്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്യുക. അതിനെയാണ് ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ എന്നത് പറയുന്നത്. അതായത് സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ കൂടി ഒരു സെയിൽസ് യൂണിറ്റ് ആക്കിയിട്ട്, ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയിട്ട് തിരിക്കുക. അതുപോലെ തന്നെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിനെ പ്രൊഡക്ഷൻ യൂണിറ്റുമായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും, അതുപോലെ തന്നെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതിനെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ഒരു ഗ്രൂപ്പ് ചെയ്യുക. ജോലികളെല്ലാം തന്നെ ഗ്രൂപ്പ് ചെയ്യുക എന്നതാണ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റാണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി. അതായത് ഇത്തരം തരത്തിലുള്ള ഗ്രൂപ്പുകളാക്കി തിരിച്ചതിനെ അവർക്ക് കറക്റ്റായിട്ട് ഒരു മാനേജറെ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാനുള്ള ഒരു അതോറിറ്റിയെ സെറ്റ് ചെയ്യുക. അതോറിറ്റി അലോ എംപ്ലോയി ടു മേക്ക് ഡിസിഷൻ വിത്ത് ദ സ്കോപ്പ് ഓഫ് വർക്ക്. അതായത് ഒരു അതോറിറ്റിയെ ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം ആ ഒരു വർക്കേഴ്സിന് അവർക്ക് അവരുടേതായിട്ടുള്ള വർക്കിന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതിനാണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം ഉദാഹരണത്തിന് സെയിൽസിൻ്റെ യൂണിറ്റിന് ഒരു സെയിൽസ് മാനേജർ, അതുപോലെ തന്നെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതിനെ പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടതിനെ മാർക്കറ്റിംഗ് മാനേജറിന് ഒരു ഹെഡാക്കിയിട്ട് നിയമിക്കുക എന്നതാണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റാണ് എസ്റ്റാബ്ലിഷിങ് റിലേഷൻഷിപ്പ്. അതായത് ഇപ്പം വർക്കേഴ്സ് ഉണ്ടാവും, പല ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ ഡിഫറെൻറ്റ് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടാവും. അവരൊക്കെ യൂണിറ്റാക്കി തിരിച്ചുകൊണ്ട് അവരുടെ ജോലിയുടെ സിമിലാരിറ്റിക്ക് അനുസരിച്ച് യൂണിറ്റാക്കി തിരിച്ച് അവർക്കൊരു അതോറിറ്റി മാനേജറായിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ചെയിൻ ഓഫ് കമാൻഡ്, ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ഇടയിലായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്ലോയോ അല്ലെങ്കിൽ ഒരു ചെയിൻ ഓഫ് കമാൻഡ്
അവരെങ്ങനെ വർക്ക് ചെയ്യണം, ആരുടെ അണ്ടറിൽ ഏത് നിർദ്ദേശപ്രകാരം വർക്ക് ചെയ്യണം എന്നതിനെ ഡിഫൈൻ ചെയ്യുകയാണ് എസ്റ്റാബ്ലിഷിങ് എ റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം ഈ പറയുന്ന സെയിൽസ് മാനേജർ ആയാലും പർച്ചേസ് മാനേജർ ആയാലും മാർക്കറ്റിംഗ് മാനേജർ ആയാലും ഒക്കെ തന്നെ എന്താണ് ഏറ്റവും ബോട്ടം ലെവൽ ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു മാനേജ്മെൻറ്റിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ബോട്ടം ലെവൽ. ഈ ബോട്ടം ലെവലിലുള്ള മാനേജേഴ്സ് വർക്ക് ചെയ്യുന്നത് സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള തൊട്ട് മുകളിലുള്ള ലെവൽ ഓഫ് മാനേജേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും. ഇവർ വർക്ക് ചെയ്യുന്നത് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ടോപ്പ് ലെവലിൽ, ഒരു ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവൽസുള്ള ഡയറക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും. ഇവർ തമ്മിലൊരു ചെയിൻ ഓഫ് കമാൻഡ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നതാണ് ഈ ഒരു ഓർഗനൈസേഷൻ്റെ എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഇതാണ് കോർഡിനേഷൻ ഓഫ് എഫേർട്സ്. അതായത് ഓർഗനൈസേഷനിൽ ഡിഫറെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അവരുടെ വർക്കിനെ അല്ലെങ്കിൽ അവരുടെ എഫേർട്ടിനെ കോർഡിനേറ്റ് ചെയ്യുക, ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുക, അവർക്ക് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒഴിവാക്കിക്കൊണ്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാക്കിയിട്ട് കറക്റ്റ് വേസ്റ്റേജ് ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷൻ എഫിഷ്യൻ്റായിട്ട് നല്ല രീതിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കോർഡിനേഷൻ രൂപീകരിക്കുക എന്നതാണ് കോർഡിനേഷൻ ഓഫ് എഫേർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ആണ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ഇവാലുവേഷനും കൺട്രോളും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷന് അവർ നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസിങ് സ്ട്രക്ചർ രൂപീകരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെയിൻ ഓഫ് കമാൻഡും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിക്ക് വർക്ക് പോകുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ട്. അത് നല്ല രീതിക്കാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് എന്ത് ചെയ്യണം, എവല്യൂഷൻ ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നതാണ് അടുത്തതായിട്ട് ഫൈനലി വരുന്ന സ്റ്റെപ്പ്. എസ്റ്റാബ്ലിഷിങ് എവല്യൂഷൻ മെത്തേഡ് ടു മോണിറ്ററിങ് പ്രോസസ്സ്. കറക്റ്റ് ആണോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക എന്നതാണ് ഈ ഒരു സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു അവസാനത്തെ സ്റ്റെപ്പിലായിട്ട് പറയുന്നത്. അപ്പം ഇത്രയും സ്റ്റെപ്പുകളാണ് ഓർഗനൈസിങ് എന്നതുകൊണ്ട് വരുന്നത്, ഓർഗനൈസേഷൻ്റെ അണ്ടറിലായിട്ട് വരുന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.